കിട്ടിയാ? അതെ, ആ കിറ്റ്. കിറ്റാ? ആ, റേഷൻ കടയിലെ കിറ്റ്. ആ റേഷൻ കട കിറ്റിന് ഇന്നും കൂടി കിട്ടുള്ളൂ. ലാസ്റ്റ് ഡേറ്റാ. അത് തീരട്ടെ, നമുക്കെന്താ. തീർന്നോട്ടെ എന്നാ. പിന്നെ എന്തെടുത്ത് വിഴുങ്ങും? ഇത് തന്നെ ഞാൻ വെച്ച് വിളമ്പി തരുന്നത്. അതുകൊണ്ടിപ്പോൾ എന്താ വേണ്ടേ? പോയി മേടിക്കണം. റേഷൻ കടയിൽ എന്ത്? എന്നെ പോലൊരു പ്രമുഖൻ റേഷൻ കടയിൽ പോയി അത് മേടിക്കാൻ. എന്ത് നാണക്കേടുത്ര? എടീ, നേരത്തെ വെറും ഒരു പ്രമുഖൻ മാത്രമായിരുന്നു, ഇപ്പോൾ ഒരു ജൂറി അംഗം കൂടിയാണ് ഞാൻ. ഇനി ഞാൻ അങ്ങോട്ടൊക്കെ ഇറങ്ങി റേഷൻ കടയിൽ പോയി നിൽക്കുന്നത് വല്ല മാധ്യമപ്രവർത്തകർ കണ്ടാണ്ടല്ലോ, പിന്നെ അത് മതി അവന്മാർക്ക് വാർത്തയിട്ട് ലൈക്ക് അടിക്കാൻ. അതെന്നെ കിട്ടൂല. പിന്നെ പോകാൻ പോണി ഞാൻ ഇപ്പോൾ. അതെ, പോവില്ലേ നിങ്ങള്? നിനക്ക് വേറെ പണിയൊന്നുമില്ല തങ്ക. അപ്പൊ ഇവിടുത്തെ കാര്യങ്ങൾ ആരും നോക്കും? ഞാൻ ഈ വയറും വെച്ചിട്ട് അങ്ങോട്ട് പോണോ? എന്നാ പിന്നെ വയറുകൂടെ ഇറക്കി വെച്ചിട്ട് പോകും. അതെ, ഇപ്പം ഞാനാണ് പോണേന്ന് വെച്ചോ, അല്ലെങ്കിൽ കനകനാണ് പോണേന്ന് വെച്ചോ. ഒരു നിമിഷം. അടേ, ഞാൻ നമ്മുടെ ടെലിവിഷൻ അവാർഡ് ജൂറി മെമ്പറായിട്ട് തിരഞ്ഞെടുത്തു കേട്ടോ. ഈ സന്തോഷം ഒന്ന് ഫേസ്ബുക്കിൽ കേട്ടോ. കഴിഞ്ഞോ? ഇപ്പം ഞാനാണ് പോണേന്ന് വെച്ചോ, അല്ലെങ്കിൽ കനകനാണ് പോണേന്ന് വെച്ചോ, ഒരു വിലയും തരൂല അവന്മാർ. ക്യൂ നിർത്തിയിട്ടുണ്ടെങ്കിൽ ഈ വയർ വെച്ച് നിൽക്കണമെന്ന് പോലും നോക്കൂല. പക്ഷേ ക്ലീറ്റ് അങ്ങ് ചെന്നാലുണ്ടല്ലോ അവർക്കൊരു പേടിയുണ്ട്. അത് ഇവിടെ നിന്നല്ല, എവിടെ ചെന്നാലും ഉണ്ടാവും പേടി. തന്നല്ലോ. ഇതാണ് ഒരു പൊതുപ്രവർത്തകനും പോലീസുകാരനും ഒക്കെ തമ്മിലുള്ള വ്യത്യാസം അല്ലേ? നിനക്ക് ഒരു പൊതുപ്രവർത്തകന്റെ പ്രമുഖന്റെ ഭാര്യ എന്ന് പറയാൻ തന്നെ പുച്ഛമല്ലേ? അയ്യോ, ആര് പറഞ്ഞു? അത് ഞാൻ ക്ലീറ്റിനെ കളിപ്പിക്കാൻ വേണ്ടി പറയണതല്ലേ ഇടയ്ക്കിടയ്ക്ക്. പോയി മേടിച്ചോണ്ട് വരുമോ? മേടിച്ചോണ്ട് വരാം. അങ്ങനെ വഴിക്ക് വാ. അങ്ങനെ മര്യാദയായിട്ടൊക്കെ പറഞ്ഞാൽ ചെയ്യാം. അല്ലാതെ പിന്നെ ഈ ഒരു പ്രാവശ്യം കൂടെ പോവുള്ളൂ. മതി, ഈ ഒരു പ്രാവശ്യം കൂടെ ഉള്ളല്ലോ കിറ്റ്. ആദ്യം തന്നെ ഇതിന്റെ തലത് ഇങ്ങനെ അറുക്കണം. ഇതിന്റെ മനസ്സിലായി? എന്ത്? ഇങ്ങനെ വലുതായിട്ട് വെട്ടിയിട്ടാലേ സാമ്പാർ നന്നാവൂന്ന്. എനിക്കിഷ്ടം അതാണെന്ന് നിനക്കറിയാമല്ലോ. ചക്കര. അയ്യോ.